നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇസ്രയേലിന്റെ അതീവ സുരക്ഷാ മേഖലയായ ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണം. പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു. വൻ നാശനഷ്ടങ്ങളും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു. 3 ആഴ്ച പിന്നിടുന്ന യുദ്ധത്തിൽ ഇസ്രയേലിനെ ഞെട്ടിച്ച നീക്കമാണ് ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തെക്കൻ ഇസ്രയേലിലെ ദിമോണ, അരാദ് എന്നീ നഗരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ വർഷം. ഇസ്രായേലിന്റെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മേഖലയാണത്. ലോകം ഉറ്റുനോക്കുന്ന ഇസ്രായേലിന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത്. ആക്രമണത്തിൽ ഇസ്രായേൽ ഭാഗത്ത് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് വിവരം. പരിക്കേറ്റ 100-ലധികം പേരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. ഇറാൻ പ്രയോഗിച്ചത് 2 സ്റ്റേജ് ഇന്റർ കോർഡിനന്റൽ ബാലിസ്റ്റിക് മിസൈലുകളെന്നാണ് ഇസ്രായേൽ സൈനിക മേധാവി ജനറൽ ഇയാൽ സാമിർ സ്ഥിരീകരിച്ചത്. ഇറാന്റെ മിസൈൽ ശേഷി തങ്ങൾ വിചാരിച്ചതിലും അപ്പുറമാണെന്ന തിരിച്ചറിവിലാണ് ഇസ്രായേൽ സൈന്യം. അതേസമയം യുദ്ധം ഉടനെങ്ങും അവസാനിക്കില്ല എന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ഈ നീക്കമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം ആഗോളതലത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചതോടെ അമേരിക്ക ഇടപെടൽ ശക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായാണ് വൈറ്റ് ഹൌസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. എണ്ണവില വർധനവും സാമ്പത്തിക അസ്ഥിരതയും ഭയന്ന ലോകരാഷ്ട്രങ്ങൾ ഈ പോരാട്ടം ഉടൻ അവസാനിപ്പിക്കണമെന്ന സമ്മർദ്ദത്തിലാണ്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത തടസ്സം നീക്കിയില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. 48 മണിക്കൂറിനുള്ളിൽ കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഇറാന്റെ പ്രധാന ഊർജ്ജ പ്ലാന്റുകൾ തകർക്കുമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഭീഷണിപ്പെടുത്തി. രാജ്യത്തെ ഏറ്റവും വലിയ നിലയത്തിൽ നിന്നായിരിക്കും ആക്രമണം ആരംഭിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ ഭീഷണിക്ക് അതേ നാണയത്തിൽ മറുപടിയുമായി ഇറാൻ സൈന്യം രംഗത്ത് വന്നു. ഇറാന്റെ ഇന്ധന ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ മേഖലയിലെ അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും ഊർജ്ജ വിവര സാങ്കേതിക വിദ്യ, സമുദ്രജല ശുദ്ധീകരണ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യം വെക്കുമെന്നാണ് ഇറാന്റെ ഖതം അൽ അൻബിയ ഓപ്പറേഷണൽ കമാൻഡ് മുന്നറിയിപ്പ് നൽകിയത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷാ ഉത്തരവാദിത്തം അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്ന് ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. അമേരിക്കയ്ക്ക് ഈ പാതയുടെ ആവശ്യം കുറവാണെന്നും എന്നാൽ യൂറോപ്പിനും ജപ്പാനും ചൈനയ്ക്കും ഇത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇറാനെതിരായ പോരാട്ടത്തിൽ അമേരിക്ക ഇസ്രായേൽ സഖ്യം വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെയാണ് മേഖലയെ മുൾമുനയിൽ നിർത്തുന്ന പുതിയ ഭീഷണി പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് 22 രാജ്യങ്ങൾ ചേർന്ന് സംയുക്ത പ്രസ്താവന ഇറക്കി. UAE, ബഹ്റൈൻ, ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, ഫ്രാൻസ് തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ ഇതിൽ ഒപ്പുവച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ ചാലിലെ തടസ്സങ്ങൾ നീക്കണമെന്നും ഇറാനോട് ഇവർ ആവശ്യപ്പെട്ടു. ഇതിനിടെ മേഖലയിൽ നയതന്ത്രപരമായ ചില മാറ്റങ്ങളും ദൃശ്യമാകുന്നുണ്ട്. ഹോർമുസ് വഴി ജപ്പാൻ കപ്പലുകളെ കടത്തിവിടാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചു. എന്നാൽ നയതന്ത്ര സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇറാനുമായി ബന്ധപ്പെട്ട് ദുബായിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി പൂട്ടാൻ UAE ഉത്തരവിട്ടതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു.